ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നടക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കാല് പൊട്ടിയിട്ടുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നീര് വന്നിട്ടുള്ളതൊക്കെ. ആ സംഭവം ഇപ്പോൾ ഇന്നലെ രാത്രി തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഒരു ഇതാണ് വന്ന് കിടന്ന് ഉറങ്ങിയതൊക്കെ. ഉറങ്ങാനൊന്നും പറ്റണമെന്നില്ല വേനെടുത്തിട്ട്. ഇന്ന കാലത്ത് എൻ്റെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടൊന്ന് ഉന്തുളുക്കി വെച്ചിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് അതും പറ്റാത്ത അവസ്ഥയായിരുന്നു. അയ്യോ, എന്തായാലും ഇന്നിപ്പോൾ ഇനി പോയി പല്ലേച്ച് കുളിച്ചിട്ടൊക്കെ എങ്ങനെ കുളിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം കാല് കുത്തി കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് പല്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേറെ പരിപാടി പിടിക്കണം, കാരണം വീഡിയോ ഇടണ്ടേ. പിന്നെ എന്തെങ്കിലും ഫുഡ് ചലഞ്ച് പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കിയൊക്കെ വല്ല നടക്കുമോ എന്നുള്ളത്. കണ്ടോ, നീരിൽ ചെറിയ കുറവുണ്ട്, എന്നാലും നടക്കേണ്ട കേസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാല് ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നടക്കുക. വെയിലത്തേക്ക് വെളിച്ചത്തേക്ക് കാന്തിയാണ് ഉണ്ടാവും. ഈ അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്തായാലേ പോയി ഞാൻ പല്ലിച്ച് ഭക്ഷണം കഴിക്കാനുള്ള കാരണം നോക്കട്ടെ, കാരണം ഇപ്പോൾ 10 മണി 10:30 ഇനി കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറി വേറെ സീനാവും. അത് എന്തായാലും പോയി വല്ലതും കഴിക്കാം. ഗൈസ്, ഇന്നത്തെ ദിവസം ഒരു തേങ്ങ നടന്നില്ല, എന്നാലും ഇന്നത്തെ വീഡിയോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതും നടന്നില്ല. കാലുമത്തെ നീരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവുണ്ട്, കുറവനുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കുന്നുണ്ട്, അത്രേ പറ്റുന്നുള്ളൂ. നല്ല രീതിയിൽ പറ്റിപ്പോടുന്നില്ല നീര്. പിന്നെ ഇന്നിരുന്ന് കാലത്തൊട്ടിരുന്ന് നോക്കിയപ്പോൾ KGF 2 കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ TV-യിലേക്ക് KGF 2 ഡൗൺലോഡ് ചെയ്തിട്ടിരുന്ന് കാണാണ്. കണ്ടു കഴിയാറായിട്ടാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണി. കാലത്തൊട്ട് KGF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തപ്പി കിട്ടിയത് 2 മണിയായിട്ടോ. അത് കൂട്ടുകാരൻ അനന്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനാണ് നമുക്ക് അയച്ചെന്നുള്ളത്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനോട് വളരെയധികം നന്ദി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് KGF കാണുന്നതാണ്. പിന്നെ അച്ഛൻ വന്ന് പോയി, അളിയൻ വന്ന് പോയി. അപ്പോൾ അങ്ങനെ നിർത്തി ഇപ്പോൾ ഈ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, കുഴിമന്തി. അപ്പോൾ ജിമ്മിന് പോക്ക് എന്തായാലും മുടങ്ങി 2-3 ദിവസത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ നടിക്കാം. അപ്പോൾ എന്തായാലും കുഴിമന്തി ഇവിടെ എത്താറായിട്ടുണ്ട്. കുഴിമന്തി എത്തിയാൽ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കുഴിമന്തി തട്ടുന്ന നോക്കാം. അമ്മ വന്നിട്ട് കഴിക്കാം. ഇപ്പോൾ ഏകദേശം 6:30 അപ്പോൾ അമ്മ ഒന്നിന് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് കഴിക്കാം. സാധാരണ ഞാൻ അങ്ങനെ ആർക്കൊന്നും കൊടുത്ത് കഴിക്കാറില്ല, തന്നെ കഴിക്കാറ്. എന്നാലും ഇന്ന് നമുക്ക് അമ്മ കൊണ്ട് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മന്തി 2 പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക്, ഇതെനിക്ക്. അമ്മ വലുത് എടുത്തോ, അമ്മ എടുത്തോ. ഞാൻ 2 വട്ടം നിർബന്ധിക്കാറുള്ളൂ, അതിൽ കൂടുതൽ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാലോ. 2 വട്ടം നിർബന്ധിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ മയോണൈസ് അമ്മ കഴിക്കുമോ? അതിൻ്റെ സൈഡിലേക്ക് മൊത്തം പിന്നെ അങ്ങനെ എത്ര പേര് ചത്തു പോകണം. അപ്പോൾ മയോണൈസ് മൊത്തം എൻ്റെ ഇടുന്നുണ്ട്, കാരണം മയോണൈസ് അമ്മ കഴിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചിക്കൻ സാധാ മതി കഴിക്കാം. 136 രൂപയ്ക്കാണ് സൊമാറ്റോന്ന് ഓർഡർ വരുന്നത് കേട്ടോ, അറേബ്യ ഗ്രില്ലിലെത്തിയാ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴിമന്തിയുടെ ചെസ്റ്റ് പീസാണ് നമുക്ക് കിട്ടുക കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് സാധനം ഇങ്ങനെ നോക്കി തിന്നാം. ഇവിടുത്തെ നല്ല കുഴിമന്തി ആയിട്ട് അറേബ്യ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി. അല്ല, നല്ല മന്തി അല്ലേ ടേസ്റ്റില്ലേ? അപ്പോൾ നല്ല മന്തി കിട്ടാറില്ല. മയോണൈസ് നല്ല മയോണൈസാ, റൈസാണെങ്കിൽ നല്ല റൈസാ, ചിക്കൻ നല്ലതാണ്. ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുണ്ടാക്കാൻ സ്നാക്സ് ഉണ്ടാക്കിയോ? പറയണോ? അടിപൊളിയുണ്ട് കേസ്, വലിയ ഭക്ഷണമാണ്. എനിക്കിഷ്ടമായല്ലോ ഭയങ്കരമായിട്ട്. മയോണൈസൊക്കെ താരനാവും. അമ്മയ്ക്കൊരു താല്പര്യമില്ല, പക്ഷെ എനിക്കിഷ്ടമായിട്ടോ ഗൈസ്. അപ്പോൾ നീരൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. വേദന നടക്കുമ്പോൾ ഇപ്പം അത്ര ഇല്ല. അപ്പോൾ കാലമൊക്കെ വരുന്നുണ്ട്. കാലമൊക്കെ വന്ന് നമുക്ക് വേറെ പരിപാടികൾ പിടിക്കാണ്ട് കുറച്ച് ചാലഞ്ചുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി 12 മണി ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. നടക്കണം.